ഈ കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയോ? ചീവിടിന്റെ ശബ്ദമാണ്. ആ ചീവിടിനെയാണ് ഇവർ തിരയുന്നത്. കണ്ടോ? ഇതാണ് ആ ശബ്ദം ഉണ്ടാക്കുന്ന ആ വ്യക്തി. ഈ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത് സിലന്തിയാർ ടൈഗർ കേവിലേക്കാണ്. പ്രകൃതി രമണീയമായൊരിടം. വെള്ളം ഒലിക്കുന്നതിൻ്റെ കളകളാരവം, പക്ഷികളുടെ കിളിനാദങ്ങൾ. മുമ്പ് കാലങ്ങളിൽ വന്യമൃഗങ്ങളെല്ലാം വസിച്ചിരുന്ന ഒരു കാടാണിത്. വളരെ കല്ലുകളും മുള്ളുകളും ഏറെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇവർ. സഞ്ചാരപാത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കല്ലുകളും മുള്ളുകളും ഏറിയ സഞ്ചാരപാതയാണ്. അട്ടകൾ അടക്കം. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗൈഡായിട്ട് ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇങ്ങോട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. വന്നിട്ട് ഇത് കണ്ടിട്ട് ഫോറസ്റ്റോട് പറയും ഇവിടെ ഇതുപോലെ കടുവ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വന്ന് നോക്കിയപ്പോൾ തോർത്തൊക്കെ അടിച്ച് ആദ്യം കണ്ടു. പിന്നെ ഇതിനുള്ളിൽ എല്ലാം നോക്കുമ്പോൾ കടുവേനെ കാണുന്നില്ല. എവിടെ പോയി? അന്നേരം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോൾ അതിന് ഇതിനെ കേവുണ്ട്. അതിൻ്റെ അകത്ത് കയറി പോയി. പിന്നെ ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ. പിന്നെ അവർ ഫോറസ്റ്റ് വന്നിട്ട് മൂന്ന് റൂട്ട് അതാണല്ലോ. അപ്പൊ കണ്ടേക്ക് വേറെ എവിടെ കൊണ്ടുപോയി. അതിലൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. ഇത് ടൈഗർ കേവാണിത്. സിലന്തിയാർ ടൈഗർ കേവ്. ടൈഗർ കേവ് അല്ലേ? ഇല്ല, ഇവിടെ 200 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് കേവിന്റെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കണം. നിങ്ങൾ പറഞ്ഞാ പോകാം. ചുറ്റിലും കൂരിരുട്ട്, മൊബൈൽ ലൈറ്റിന്റെ വെട്ടം മാത്രം. ഒരാൾക്ക് കയറി ചെല്ലാൻ മാത്രം പാകത്തിലുള്ള ഒരു ഇടുങ്ങിയ വഴി. ആ വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ വ്യക്തികളും അതിൻ്റെ ഉള്ളിലൂടെ കടന്നു വരുന്നത്. ഇതാണ് കാട്ടുമല. വീണ്ടും കാണാം. ഈ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഏകദേശം 10 അടി താഴ്ചയുള്ള ഈ പാറയുടെ അടിയിലേക്ക് ഇറങ്ങാനുള്ളൊരാശ്രയം ഈ കയർ മാത്രമാണ്. ഈ മലയാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഈ ഒഴുകുന്ന വെള്ളച്ചാട്ടം മുറിച്ചു കടക്കുക എന്നുള്ളത് വലിയ ടാസ്കായിരുന്നു. ചുറ്റും മരങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പാറക്കെട്ടുകൾ ഒന്നും ഉറച്ച രീതിയിലല്ല, വീഴാനുള്ള ഒരുപാട് സാധ്യതകൾ കൂടുതലായിരുന്നു. എന്താ പാട്? ഇത് കണ്ടിട്ട് ഐ ആം വെരി വെരി എക്സലന്റ്. ഇതിപ്പോ ഇത് താണ്ടിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനം. അങ്ങനത്തെ തീരുമാനം. യെസ്. ഒരു രക്ഷയില്ല. വൈബന്നല്ലേ? ഇത് താണ്ടിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനം. ഇതൊക്കെ നല്ല വീഡിയോ ആക്കാൻ കഴിയുന്നതാ. നല്ല വീഡിയോ ക്രിയേറ്റർമാരാണ്.